മോളിവുഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു മൂവി ഫ്രാഞ്ചൈസിയാണ് ആട്. ആ ഒരു ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും പുതിയ മൂവിയാണ് ആട് 3. ആട് 1 and 2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ റൈഡ് തന്നെയാണ് ആട് 3 എന്ന് പറയുന്ന മൂവി. ഈ ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ വർക്കായില്ല. അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ടൈം ട്രാവൽ അല്ലെങ്കിൽ പാരലൽ ടൈം ഒക്കെയാണ് സിനിമ സംസാരിച്ച് പോകുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടൈം പീരീഡിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് പാസ്റ്റും പ്രസന്റ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ടൈം ട്രാവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് സംസാരിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത് സിനിമയുടെ ടുവേർഡ്സ് എൻഡിലൊക്കെയാണ് വരുന്നത്. ഇതൊരു 2 പാർട്ട് മൂവിയാണ്. ശരിക്കും ആ ഒരു ടൈം ട്രാവലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സെക്കൻഡ് പാർട്ടിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ ഒരു പാർട്ടിൽ ജസ്റ്റ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ സംസാരിച്ച് പോകുന്നുള്ളൂ. ഇതിൽ മെയിൻലി സംസാരിക്കുന്ന പാരലൽ ടൈമാണ്. അതായത് 2 ടൈമിലുള്ള സെയിം ക്യാരക്ടേഴ്സിന്റെ ഇവന്റ്സും സിറ്റുവേഷൻസും ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഇപ്പൊ എടുത്തു പറയുന്നത് തന്നെ പ്രസന്റിൽ ഷാജിബാബിന്റെ പിള്ളേരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. പക്ഷെ പാസ്റ്റിലോട്ട് വരുമ്പോൾ ഇവരെല്ലാം ഡിഫറന്റ് ആണ്. ഇപ്പൊ പാസ്റ്റിലോട്ടാണെങ്കിൽ ഷാജിബാബിന്റെ രാജാവാണ്, ഷാജിബാബിന്റെ പിള്ളേരെല്ലാം ഷാജിബാബിന്റെ പടയാളികളും കാര്യസ്ഥനും ഒക്കെയാണ്. അതുപോലെ തന്നെയാണ് സർബത്ത് ഷമീർ ആയാലും ഡ്യൂഡ് ആയാലും സാത്താൻ സേബിയർ ആയാലും എല്ലാവരും ആ ഒരു ടൈമിലുണ്ട്. പക്ഷെ എല്ലാവരും ഡിഫറന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. സോ അങ്ങനത്തെ ഒരു പ്രസന്റേഷനാണ് ഈ സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോയിരിക്കുന്നത്. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. 2 പാരലായിട്ട് സംസാരിക്കുന്ന സ്റ്റോറി ആയാലും ആ ഇവന്റ്സ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. ഈ ഒരു മൂവിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ എന്താണോ കണ്ട അതേ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് പാർട്ടിലാണെങ്കിൽ ഒരു നീലക്കൊടുവേലിക്ക് പോയി, സെക്കൻഡ് പാർട്ടിലാണെങ്കിൽ കമ്മട്ടം, തേർഡിലാണെങ്കിൽ അതുപോലത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പോവാണ്. അത് എന്താണ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഒബ്ജക്ട്, അതേ ടൈം ട്രാവലും ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട് അതിനെ തേടി പോവുകയാണ്. അതിപ്പോ ഷാജിബാബൻ മാത്രമല്ല, ഡ്യൂഡ് ആയാലും സാത്താൻ സേവ്യർ ആയാലും സർബത്ത് ഷമീർ ആയാലും ആശാൻ ആയാലും അതിലോട്ട് പുതിയതായിട്ട് ഒരു ഫോറിൻ ലേഡി വരുന്നുണ്ട്. എല്ലാവരും ആ ഒരു ഒബ്ജക്റ്റിന് പിറകെയാണ്. ആ ഒരു ഒബ്ജക്റ്റ് ഇനിയിപ്പോ ഏത് കാലമായാലും അതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ ഇറങ്ങി തിരിക്കുന്നുണ്ട്. അത് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു ഏരിയയിൽ എനിക്ക് വർക്കാവാത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പാസ്റ്റിലോട്ട് വന്നപ്പോൾ ഈ രാജാവും അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. അതായത് ഈ പാസ്റ്റിലോട്ട് മെയിൻ ആയിട്ട് ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു പാലം. അതിപ്പോ ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടാണ്. ഒരു പാലത്തിനെ വെച്ചിട്ട് അതൊരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളും ഇവന്റ്സ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. അത് ചെറിയൊരു കാര്യമാണ്, നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായി സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു ചെറിയൊരു കാര്യത്തിന് ഒരു ചെറുതായിട്ടൊന്ന് വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് ആകെ ആ ഒരു ലാഗ് ഫീൽ ചെയ്ത ആ ഒരു ഏരിയയിലാണ്. ആ ഒരു പാസ്റ്റിൽ സംസാരിക്കുന്ന കുറച്ച് ഇവന്റ്സിൽ മാത്രമാണ് ലാഗ് ഫീൽ ചെയ്ത്. ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ലാഗ് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയേനെ. പക്ഷെ ഇത് ലാഗ് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ഒരു പോയിന്റ്, അതായത് ആ ഒരു ഇന്റർവൽ പോർഷനിലാണ് ശരിക്കും ആ ഒരു ഭയങ്കര പഞ്ച് വരുന്നത്. അതുവരെ ഒന്ന് കൊണ്ടെത്തിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പോയിന്റ് എത്തിയതിനു ശേഷം സിനിമ വേറെ ലെവലായിട്ട് തന്നെ പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിട്ട് തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ട് തോന്നിയത് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. സിനിമയുടെ സ്റ്റോറി ലൈക്ക് നമ്മൾ ഫസ്റ്റും സെക്കൻഡും കണ്ട പോലെ തന്നെ ഒന്നിന്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ പോകുന്ന ഒരു സ്റ്റോറി ഒക്കെ തന്നെയാണ്. പക്ഷെ ആ ഒരു ടൈം ട്രാവലും അല്ലെങ്കിൽ പാരൽ ടൈമും അങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അതിപ്പോ ഷാജി പാപ്പനായാലും ഡ്യൂഡായാലും സർബത്ത് ഷമീർ ആയാലും സാത്താൻ സേവ്യർ ആയാലും എല്ലാവരും നല്ല കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലും എസ്പെഷ്യലി ഷാജി പാപ്പനും ഡ്യൂഡും ഒരു രക്ഷയില്ല, നല്ല കിടിലായിരുന്നു. ഒരു ഏരിയയിൽ ഇവരുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ സീൻ വരുന്നുണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. ഈ എൻ്റെ ഒരു മൂവിയിൽ ഫുൾ അഴിഞ്ഞാട്ടം ഡ്യൂഡിന്റെ ആയിരുന്നു. കാരണം പൊളിയായിരുന്നു. മൂപ്പര് വന്നതിന് ശേഷം പിന്നെ ഫുൾ സിനിമ മൂപ്പര് കൊണ്ടുപോയിട്ടുണ്ട്. അമ്മാരി ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ പ്രസന്റേഷനും എല്ലാം നൈസ് ആയിരുന്നു. അതിൽ എസ്പെഷ്യലി എടുത്തു പറയാൻ പറ്റിയ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫോറിൻ ലേഡിയുടെ ക്യാരക്ടറാണ്. പേര് നോക്കിയില്ല. പുള്ളിക്കാരി നല്ല കിടിലായിരുന്നു. 2 ടൈം ലൈനിലും, അതിലും പ്രസന്റിലും പാസ്റ്റിലും പുള്ളിക്കാരി വരുന്നുണ്ട്. 2 ടൈം ലൈനിലും പുള്ളിക്കാരുടെ പെർഫോമൻസും എല്ലാം അടിപൊളിയായിരുന്നു. കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര കിടിലായിരുന്നു കാണാനായിട്ട്. പുള്ളിക്കാരി ആ ഒരു സീൻ ഫുള്ളി തൂക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. അമ്മാരി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇവരുടെ ഇൻട്രോസ് നമുക്കറിയാം. ഇതിനു മുമ്പ് ഇവരുടെ ഇൻട്രോസ് ഒക്കെ എങ്ങനെയാണെന്ന് ഈ ഒരു സിനിമയിലും മാരകമായിട്ട് ഇൻട്രോ ഉണ്ട്. അതിലും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻട്രോസ് ഉള്ളത് ഒന്ന് സാത്താൻ സേവ്യറിലും മറ്റേത് ഡ്യൂഡിനാണ്. ഡ്യൂഡിന്റെ ഒരു സെക്കൻഡ് എൻട്രി ഉണ്ട്, എന്റെ മോനെ ഒരു രക്ഷയില്ല. സാത്താൻ സേവ്യറിന്റെ പിന്നെ ഫസ്റ്റിൽ തന്നെ വേറെ ലെവലായിട്ടുള്ള ഒരു എൻട്രിയാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ടുള്ള ഹ്യൂമർ നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. എസ്പെഷ്യലി ക്യാരക്ടേഴ്സ് തന്നെ അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ സിറ്റുവേഷൻ കോമഡി അല്ലെങ്കിൽ ഡാർക്ക് കോമഡി അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല, കൗണ്ടേഴ്സ് ആണ് മെയിൻലി. അത് നല്ല രസമുണ്ട്. നമ്മൾ 1 and 2 എന്താണ് കണ്ട അതേ രീതിയിലുള്ള ഹ്യൂമേഴ്സ് തന്നെയാണ്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ഷാജി പാപ്പന്റെ ഗാങ്ങും സാത്താൻ സേവിയറും ഡ്യൂഡിന്റെ ഒരു സീൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡ്യൂഡ് വന്നതിന് ശേഷം ഫുൾ സിനിമ ഡ്യൂഡിന്റെ കയ്യിലായിരുന്നു. അമ്മാതിരി ഒരു കിടിലം പ്രസന്റേഷൻ ആയിരുന്നു ആ ക്യാരക്ടറിന്. പക്ഷെ വർക്കാവാത്ത കുറച്ച് കോമഡീസ് ഉള്ള ഏരിയാസ് ഉണ്ട്. അതിപ്പം ചില ക്യാരക്ടേഴ്സ് അങ്ങനെ ഏതാണെന്ന് എടുത്തു പറയുന്നില്ല. കുറച്ച് ആൾക്കാരുടെ പെർഫോമൻസ് വൈസ് അല്ലെങ്കിൽ അവരുടെ കോമഡി വൈസ് ഒന്നും അധികം ഒന്നും വർക്കാവുന്നില്ല. പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ജസ്റ്റ് ബെറ്റർ ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയത് ഒന്നെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലാഗ് ആണ്. കാരണം ആ ഒരു പാസ്റ്റിൽ ഇവന്റ് സംസാരിക്കുമ്പോൾ കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ എത്തിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു കോമഡിയുടെ കാര്യം. ആ ഒരു ഹ്യൂമർ ഏരിയ കുറച്ച് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. കാരണം കുറെ
കുറേയൊക്കെ വർക്ക് ആവുന്നുണ്ട്, കുറേ ഒന്നും വർക്ക് ആവുന്നില്ല. കാരണം ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്ര എനിക്ക് ചിരി വന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ 2 ഇവന്റ്സും ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ വേറെ ലെവലായിട്ടുള്ള മൂവിയാണ്. സ്റ്റിൽ ഇപ്പോഴും വേറെ ലെവലായിട്ടുള്ള ഒരു അടിപൊളി വൈബായിട്ടുള്ള ഒരു മൂവിയാണ്. ഈ ഒരു സിനിമ എങ്ങനെയാന്ന് വെച്ചാൽ ലൈക്ക് ഭയങ്കര ലോജിക്കലി അല്ലെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ നടക്കുമോ, എന്താണ് ഇതിന്റെ പാക്കിൽ, എന്താണ് ഇതിന്റെ ഇവന്റ്സ്, എന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചിന്തിക്കാനൊന്നും പോരുത്. 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയി നമ്മൾ കുറെ പൊട്ടന്മാരെ കണ്ട് ചില്ലായി വൈബായി ഇറങ്ങി വരുവാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ പോവുക. അങ്ങനെയാണല്ലോ ആട് 1 ആട് 2 കണ്ടത്. അതേ വൈബിൽ കാണുവാണെങ്കിൽ നല്ല രസമായിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ്. അതൊരു പ്രോപ്പർ കൺക്ലൂഷൻ, ഒരു പ്രോപ്പർ എൻഡ് സിനിമയ്ക്ക് ഇല്ല. ഒരു പെട്ടെന്നൊരു കട്ട് ഫീൽ ചെയ്തു എനിക്ക്. കാരണം ഫുൾ ആയിട്ട് ഇനി അതിന്റെ കൺക്ലൂഷനും ആ യുദ്ധം എന്താണ്, അല്ലെങ്കിൽ യുദ്ധം നടക്കാൻ പോകുന്ന അല്ല ബാക്കിയുള്ള ഇവന്റ്സും സിറ്റുവേഷൻസ് ഒക്കെ അത് സെക്കൻഡ് പാർട്ടിലാണ് അവർ പറയാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടിൽ ആ വേൾഡ് ബിൽഡ് എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണ്, ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്, ഇവരൊക്കെ എവിടെ നിന്നാണ് വന്നത്, എന്താണ് ഇവരുടെ റീസൺ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഹിന്റ് ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ ശരിക്കും ആ ഒരു എൻറ്റയർ മൂവി എന്താണ്, അതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ് ശരിക്കും ഇത് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഇവന്റ്സ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ ബാക്കിൽ എന്താണ് ഇവരൊക്കെ വരുന്നതെന്നുള്ളത് എന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ സെക്കൻഡ് പാർട്ടിലാണ് പറയുന്നത്. സോ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ആ ഒരു മൂവി എന്നാണ് റിലീസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ എന്തായാലും എക്സൈറ്റഡ് ആണ് സിനിമ കാണാനായിട്ട്. കാരണം അത്ര ഒരു കിടിലൻ കോൺസെപ്റ്റ് ആണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ കണ്ടുപോകുക. നല്ലൊരു അടിപൊളി ഫൺ മൂവി തന്നെയാണ്. ഒരു ഫൺ സൈഫൈ മൂവി എന്നാണെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കിടിലൻ കോൺസെപ്റ്റ് നല്ല അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു നൈസ് മൂവി തന്നെയാണ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ഫൺ റൈഡാണ് സിനിമ. ആ ഒരു സിനിമയുടെ മൂഡ് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു എൻഡ് വരെ സിനിമ ഭയങ്കര വൈബാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.